ഇത് നമ്മൾ തയ്യാറാക്കിയെടുത്ത പൊറോട്ടയാണ്, ഹോട്ടലിലെ പൊറോട്ട അല്ല. ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പൊറോട്ടൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിക്കവരും കരുതുന്നത് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണെന്നാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണെന്ന്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നോർമൽ വാട്ടറിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുഴച്ചെടുക്കാം. ആദ്യമേ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഓവറായിട്ട് ബലം പ്രയോഗിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് കുഴക്കുന്നത് സെയിം രീതിയിൽ കുഴച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തിയ ഇനി നമ്മളൊന്ന് വിരലൊന്ന് വയ്ക്കുമ്പോൾ ഉള്ളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ചു സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു അര സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പാത്രത്തിലൊക്കെ ഒന്ന് ഇങ്ങനെ നന്നാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച മാവ് അതിലിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഓക്കെ, നമ്മൾ കുഴച്ച് വെച്ച മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്. ഒരു നനഞ്ഞ തുണിയാണ് ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം ഞാനൊരു 1.25 മണിക്കൂറായപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയേ. ഓക്കെ, മാവൊക്കെ ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓവർ ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ല സോഫ്റ്റായി വരാം. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് തുടച്ച് റെഡിയാക്കി വെച്ചതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് പൊടി കൊണ്ട് ഒരു 6 പൊറോട്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഓക്കെ, ഇത്രയും മതിയാ. ഇനി നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ബോൾ ഷേപ്പിലാക്കി മാറ്റുകയാണ്. ഇതുപോലെ ആക്കിയാൽ പെട്ടെന്ന് ബോളായി കിട്ടുക. ഓക്കെ, ഓരോ ഉരുളയും നമ്മൾ നേരത്തെ മെഴുക്കാക്കി വെച്ച ആ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി എടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു ഉരുള എടുത്തിട്ട് കൗണ്ടർ ടോപ്പും വെച്ചിട്ട് പരത്താൻ പോവാണ്. ആദ്യം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നന്നാക്കി ഒന്ന് പരത്തി കൊടുക്കുക. കാരണം ഇത് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഓരോ ഉരുള ഇങ്ങനെ പരത്തിയെടുക്കാൻ പോവാണ്. ഞാനൊരു റോളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നാക്കി പരത്തിയെടുക്കാണ്. എത്രയും നൈസാക്കി പരത്താൻ കഴിയുന്നോ അത്രയും നൈസാക്കി പരത്തിയെടുക്കുക. നമ്മൾ വിചാരിക്കും ഇത് പരത്തിയെടുക്കാൻ വളരെ പ്രയാസമാണെന്ന്. പക്ഷേ ഒരു പ്രയാസവും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം. നല്ലോണം നൈസാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിൽ, ഒരു 1/4 സ്പൂണോളം ഓയിൽ ഒഴിച്ചാൽ മതിയേ. ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നാക്കി ഇതിൻ്റെ മേലൊക്കെ ഒന്ന് പരത്തി കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മൈദൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഓക്കെ, റെഡിയാണ്. ഇത് നമ്മുടെ ലെയർ ഇങ്ങനെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട്
ചെറിയ ലെയറാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയ ലെയറാക്കിയിട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിലിങ്ങനെ വരിഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതാ മൊത്തത്തിൽ ഇങ്ങനെ അറ്റത്തുനിന്ന് ഇങ്ങനെ നടുക്കേക്ക് നീക്കി കൊണ്ടുവരാം കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നായിട്ട് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് ഒരറ്റം ഇവിടെ വെച്ചിട്ട് മേലേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ആ എൻഡ് ഭാഗം ഏറ്റവും അടിയിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ടൻ്റെ ഫസ്റ്റ് ഷേപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കിയും കൂടെ പരത്തിയെടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ മൂടി വെക്കണം. ഈ തുണി കൊണ്ട് തന്നെ ഓയിൽ ഒരു 1/4 സ്പൂണോളം ഒഴിച്ചാൽ മതി. ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നൈസാക്കി പരത്തുക. അതിനുശേഷം മേലെ കുറച്ച് കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക. കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ നീളത്തിൽ ചെറിയ പീസാക്കി മാറ്റാം. ഓക്കെ, ഇനി നമ്മൾ 2 സൈഡിൽ നിന്നും നടുവിലേക്ക് കൊണ്ടുവെക്കുക. ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഒന്ന് വലിച്ചിട്ട് നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളിതാ മൊത്തത്തിൽ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പോവാണ്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ കൈ കൊണ്ടാണ് പരത്തുന്നത്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പരത്തിയെടുക്കാം. ഓക്കെ, ഇനി പരത്തുന്നതിനനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. പക്ഷെ ഞാനിത് മൊത്തത്തിൽ പരത്തിയതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ മൊത്തത്തിൽ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഉണങ്ങിയ തുണിയായിട്ട് ഇട്ടിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയൊന്ന് മീഡിയം ചൂടായതിന് ശേഷം നമുക്ക് തുണിയിൽ കുറച്ച് മെഴുക്ക് ഇങ്ങനെ അടിയിൽ തടവി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ച പൊറോട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഭാഗം കുക്കായതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒരു 1/4 സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഈ ഭാഗത്തും 1/4 സ്പൂൺ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കോരി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഓയിൽ റെഡി ആയി വരിക.
അങ്ങനെ രണ്ട് സൈഡും നമ്മുടെ ഗോൾഡൻ കളറായിട്ടുണ്ട് പൊറോട്ടൻ്റെ. ഓക്കെ, ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അടുത്തതും ചുട്ടെടുക്കാൻ പോവാണ്. ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഓയിലിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി മറുഭാഗത്തും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിതാ എല്ലാം ചുട്ടെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മളിതാ എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ചൂടിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ അടിച്ചെടുക്കുമ്പോൾ ലെയർ സെപ്പറേറ്റ് ആയി വരില്ല. അപ്പോൾ മീഡിയം ചൂടിൽ തന്നെ അടിച്ചെടുക്കുക. മെല്ലെ ഒന്ന് 4 സൈഡും ഒന്ന് അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ലെയർ ഇതാ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ? ഇനി നമുക്ക് ഉള്ളിലത്തതൊന്ന് നോക്കാം. അപ്പം നമ്മുടെ കോഴിമുട്ട ഇല്ലെങ്കിലും നമ്മുടെ പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളിത് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇനി പൊറോട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അതേപോലെ തന്നെ കടലക്കറി, ചെറുപയർ കറി. പക്ഷേ ഇന്ന് എനിക്ക് കോളിഫ്ലവറിൻ്റെ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ പോകുന്നത്. നമ്മളൊരു 2 വെച്ചിട്ടുണ്ട്. കുറച്ച് റോസ്റ്റ് എടുക്കുക. ഞാൻ പൊറോട്ടൻ്റെ ചെറിയൊരു പീസ് കഴിച്ചു കിട്ടാ. സംഭവം സൂപ്പറാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പൊറോട്ട തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.